സ്നേഹം നിറഞ്ഞ ഈ സ്വീകരണ പൊതുയോഗത്തിൻ്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ സഖാവ് ഗിരീഷ്, സ്വാഗതം പറഞ്ഞുകൊണ്ട് സംസാരിച്ച സഖാവ് ജയകുമാർ, ഉദ്ഘാടകൻ സഖാവ് TK നാരായണദാസ് മാഷ്, പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി കൂടിയായ സഖാവ് നെയ്യാട്ടൻ, ഉണ്ണീഷ്ണാട്ടൻ ഉൾപ്പെടെ വേദിയിലെയും സദസ്സിലെയും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നല്ലവരായ നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ, തൊഴിലാളി സുഹൃത്തുക്കളെ, സഖാക്കളെ, ഇന്നിവിടെ ഓങ്ങല്ലൂർ പഞ്ചായത്തിൻ്റെ വിജയാഹ്ലാദ റാലിയും അതിനോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനവുമാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. ഇത്തരത്തിലൊരു പൊതുസമ്മേളനത്തിലേക്കും റാലിയിലേക്കും കടന്നു പോകുമ്പോൾ തീർച്ചയായും ഒരു രാഷ്ട്രീയ പ്രസംഗം എന്ന് പറയുന്നത് അനിവാര്യമായ ഒരു സംഗതിയല്ല. പിന്നെ ഞാനാണെങ്കിൽ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഇവിടെ എത്തിയത് കൊണ്ട് എനിക്കാണെങ്കിൽ രാഷ്ട്രീയ പ്രസംഗം അറിയൂ എന്നുള്ളത് കൊണ്ടും സഖാക്കളോട് രാഷ്ട്രീയ പ്രസംഗം നടത്തിയേ നിർവാഹമുള്ളൂ. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മളിങ്ങനെ രാഷ്ട്രീയം പറയുവാൻ ഒത്തുകൂടിയിരിക്കുന്ന ഈ സായാഹ്നത്തിൽ ഉൾപ്പെടെ രാജ്യം അനിതര സാധാരണമായ ഒരു പോരാട്ടത്തിന് വേദിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ നാട് 1947 സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം കണ്ടതിൽ വെച്ച് ഏറ്റവും ആശയ ദൃഢതയുള്ളതും കരുത്തുറ്റതുമായ ഒരു പ്രക്ഷോഭത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും നമുക്ക് എല്ലാവർക്കും അറിയാം, രാജ്യ തലസ്ഥാനം കർഷക പ്രക്ഷോഭത്താൽ മുഖരിതമായി കൊണ്ടിരിക്കുകയാണ്. കർഷക പ്രക്ഷോഭ മുഖത്തിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ആ കർഷക പ്രക്ഷോഭ മുഖത്ത് ഓരോ മണിക്കൂറിലും ഓരോ ദിവസങ്ങളിലും കർഷക ജനസാമാന്യം തിങ്ങിക്കൂടിക്കൊണ്ടിരിക്കുകയുമാണ്. കേവലം വന്നുപോകുന്ന ആളുകൾ എന്ന നിലയിലല്ല, അവകാശങ്ങൾ നേടിയെടുത്ത് പിന്മടങ്ങൂ എന്ന് പ്രഖ്യാപിക്കുന്ന കർഷകരിൽ ഇന്ത്യയുടെ പുതിയ പ്രതീക്ഷകൾ നാം വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഒരുപക്ഷെ പിടിച്ചുകെട്ടാൻ ആളില്ലാത്ത വിധം കുതറിക്കൊണ്ടിരിക്കുന്നു എന്ന് കരുതിയിരുന്ന സംഘപരിവാരത്തിന്റെ കേന്ദ്രങ്ങളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ചാണക്യ ബുദ്ധിക്കു മുമ്പിൽ കീഴടങ്ങാതെ, അവർ നൽകുന്ന ഔദാര്യങ്ങളെ പിൻപറ്റാതെ അവർക്കെതിരായിക്കൊണ്ട് അതിശക്തമായ രാഷ്ട്രീയ ദൃഢതയുള്ള, ഗ്രാഹ്യമുള്ള, കെട്ടുറപ്പുള്ള ഒരു പ്രക്ഷോഭം രാജ്യം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ കർഷകരൊന്നടങ്കം ഒരു പ്രക്ഷോഭമായി പടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ കർഷകർ ഇന്ത്യയുടെ തലസ്ഥാനത്തേക്ക് കടന്നു വരുമ്പോൾ ആ പ്രക്ഷോഭ മുഖത്തേക്ക് കർഷക ജനസാമാന്യം എത്തിപ്പെടാതിരിക്കുവാൻ വേണ്ടി ആ പ്രക്ഷോഭ മുഖത്തേക്ക് കടന്നു വരുന്ന കർഷകർക്കെതിരായിക്കൊണ്ട് ജലപീരങ്കികളും ഗ്രനേഡുകളും വലിച്ചെറിയുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുകയുണ്ടായി. കർഷകർ കടന്നു വരുന്ന രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഹൈവേകളെല്ലാം തന്നെ കീറിമുറിക്കുകയും കർഷകർ കടന്നു വരുന്ന പാതകളിലൂടെ കർഷകർക്ക് വഴി വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് അതിന് കുറുകെയായിക്കൊണ്ട് വലിയ കൂറ്റൻ കണ്ടെയ്നറുകൾ നിരത്തുകയും കർഷക ജനസാമാന്യത്തെ രാജ്യ തലസ്ഥാനത്തേക്ക് കടത്തില്ല എന്ന് ഭരണകൂടത്തിന്റെ സകലവിധ മർദ്ദനോപാധികളെയും ഉപയോഗിച്ചുകൊണ്ട് നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അമിത്ഷായും നിശ്ചയിക്കുകയുണ്ടായി. എന്നാൽ അമിത്ഷായുടെയോ നരേന്ദ്രമോദിയുടെയോ നിശ്ചയദാർഢ്യത്തിനും അപ്പുറത്താണ് ഇന്ത്യയിലെ കർഷക ജനസാമാന്യത്തിന്റെ ഹൃദയമിരിക്കുന്നത് എന്നതുകൊണ്ട് അവർ സ്വാഭാവികമായും അവരുടെ മർദ്ദനോപാധികൾക്ക് കീഴ്പ്പെടുന്നില്ല. ആ മർദ്ദനോപാധികൾക്ക് മുമ്പിൽ മുട്ടുമടക്കുന്നില്ല. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം വഹിക്കുന്ന ഘട്ടത്തിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം 2 നൂറ്റാണ്ട് കാലം നീണ്ടു നിന്നിരുന്ന ആ സ്വാതന്ത്ര്യ സമരം ഇവിടെ നിന്ന് വിളിപ്പാടപ്പുറം മാത്രമുള്ള വള്ളത്തോൾ എന്ന നാട്ടിൽ നിന്ന് വന്നിരുന്ന കവി വള്ളത്തോൾ നാരായണ മേനോൻ ഈ രാജ്യത്തിന്റെ പടപ്പാട്ടുകളായിക്കൊണ്ട് ഒരു കവിത ഇങ്ങനെ കുറിച്ചിടുകയുണ്ടായി. എത്തേണ്ടതാം ഇടം എത്തിയാലും ശരി, മധ്യേ മരണം വിഴുങ്ങിയാലും ശരി, മുന്നോട്ടു തന്നെ ഗമിക്കും വഴിയിലെ മുള്ളുകളൊക്കെ ചവിട്ടി മെതിച്ചു ഞാൻ എന്നൊരു കവിത പാടുകയുണ്ടായി.
1947 ശേഷം ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും കരുത്തുറ്റ പ്രക്ഷോഭത്തിന് രാജ്യത്തിന്റെ തലസ്ഥാനം വേദിയാകുമ്പോൾ ഇന്ത്യയിലെ കർഷക ജനസാമാന്യം ഈ രാജ്യത്തിനോട് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എത്തേണ്ടതാം ഇടം എത്തിയാലും ശരി, ഇടയിൽ മരണം തന്നെ വിഴുങ്ങിയാലും ശരി, മുന്നോട്ടു തന്നെ ഗമിക്കും, വഴിയിലെ മുള്ളുകളൊക്കെ ചവിട്ടി മെതിച്ചു ഞാനെന്ന് കർഷക ജനസാമാന്യം ചവിട്ടി മെതിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന ആ വഴിയിലെ മുള്ളുകളുടെ പേരാണ് നരേന്ദ്രമോദി എന്നും അമിത്ഷാ എന്നും ഈ കാലഘട്ടം നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇവിടെ വർത്തമാനം പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും മുട്ടിടിപ്പിന്റെ കമ്പനങ്ങൾ കേൾക്കാൻ കഴിയുന്നുണ്ടാകും. അവരുടെ നെഞ്ചിടിപ്പേറുന്നത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ടാകും. ഒരു രാജ്യമൊന്നടങ്കം പ്രക്ഷോഭത്തിലേക്ക് നടന്നെടുക്കുന്നു. ഹരിയാനയിൽ നിന്ന്, പഞ്ചാബിൽ നിന്ന്, ഉത്തർപ്രദേശിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന്, മഹാരാഷ്ട്രത്തിൽ നിന്ന്, മധ്യപ്രദേശത്തിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന്, ബംഗാളിൽ നിന്ന് കർഷക ജനസാമാന്യം രാജ്യത്തിന്റെ തലസ്ഥാനം എന്ന ഏകവഴിയിലേക്ക് പ്രക്ഷോഭപാതയിലാണ്. ആ മനുഷ്യർക്ക് പോയ കാലത്ത് 2-3 പതിറ്റാണ്ട് കാലഘട്ടം ഈ രാജ്യത്ത് പ്രയോഗിച്ച പുതിയ സാമ്പത്തിക ഉദാരീകരണ നയങ്ങളുടെ രക്തസാക്ഷികളാണ്. അവർക്കിടയിൽ നിന്നാണ് പുതിയ സാമ്പത്തിക ഉദാരീകരണ നയങ്ങൾ തീവ്രമായി ഈ രാജ്യത്ത് പ്രയോഗിച്ച ഭരണകൂട നയങ്ങൾക്കെതിരായി കൊണ്ട് പ്രതിഷേധാത്മകമായി രാജ്യത്തെ കർഷകർ 3.5 ലക്ഷം ആളുകൾ ആത്മഹത്യ ചെയ്തത്. നരേന്ദ്രമോദി ഭരണാധികാരത്തിൽ എത്തിയതിനു ശേഷം ഇന്ത്യയുടെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആത്മഹത്യയുടെ ഔദ്യോഗികമായ കണക്കുകൾ പുറത്തുവിടുന്നില്ല. എന്നാൽ മുൻകാലങ്ങളിൽ ഇത്തരം നയങ്ങളുടെ കെടുതികളിൽ, ചൂഷണങ്ങളിൽ മനം നൊന്ത കർഷകർ ആത്മഹത്യയിലേക്കാണ് പോയിരുന്നതെങ്കിൽ, നടന്നുകയറിയിരുന്നതെങ്കിൽ, ഈ വർത്തമാനകാലത്തിന്റെ കർഷകർ ആത്മഹത്യയിലേക്ക് പോകുവാൻ വേണ്ടി ഒന്ന് തടസ്സപ്പെടുന്നുണ്ട്. അവർക്ക് വഴിയരികിൽ നിന്ന് വിഷത്തുള്ളികൾ ലഭിക്കാത്തത് കൊണ്ടോ കയറിന്റെ തുണ്ടുകൾ ഇന്ത്യക്കകത്ത് ലഭ്യമാകാത്തത് കൊണ്ടോ അല്ല. ഈ രാജ്യത്തിന്റെ കർഷക ജനസാമാന്യം മുൻകാലങ്ങളിൽ ആത്മഹത്യയിലേക്കാണ് നടന്നെടുത്തിരുന്നതെങ്കിൽ ഇപ്പോഴത്തെ കർഷകർ പ്രക്ഷോഭപരിതമായി രാജ്യത്തിന്റെ തലസ്ഥാനത്ത് തടിച്ചുകൂടുന്നുണ്ട് എങ്കിൽ അവരുടെ ആത്മഹത്യക്കും അവരുടെ പ്രക്ഷോഭത്തിനുമിടയിലുള്ള ഒരു നൂൽപ്പാലം പോലെ രാജ്യത്തിന്റെ സർവ്വ പ്രക്ഷോഭങ്ങൾക്കും കരുത്തും ആവേശവുമായി കൊണ്ട് ഇന്ത്യയിലെ ഒരു ചെങ്കൊടി പ്രസ്ഥാനം അഖിലേന്ത്യാ കിസാൻ സഭ അവർക്ക് പ്രക്ഷോഭത്തിന്റെ ചെങ്കൊടികൾ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മരണമല്ല, മരണത്തിനപ്പുറത്തുള്ള വിജയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്, അതിലേക്ക് പടനയിക്കുന്നുവെന്ന് ഇന്ത്യയിലെ കർഷകരോട് ആഹ്വാനം ചെയ്യുകയുണ്ടായി. രാജ്യം ഒരു പ്രക്ഷോഭമായി മാറുന്നു. രാജ്യത്തിന് പ്രക്ഷോഭത്തിന്റെ ചൂടും ചൂരും വായിച്ചെടുക്കാൻ കഴിയുന്നു. നാം എല്ലാം മനസ്സുകൊണ്ടും അതുപോലെ തന്നെ ശരീരം കൊണ്ടും ആ പ്രക്ഷോഭത്തിനൊപ്പമാണ്. ഇവിടെ എന്റെ വർത്തമാനം കേൾക്കുന്ന ആരെങ്കിലും നിസ്സംഗതയോടുകൂടി ഈ രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന പ്രക്ഷോഭങ്ങളെ കാണണം എന്നാഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എനിക്ക് അവരോടൊന്നും പറയുവാനില്ല. ഒരു നിമിഷത്തേക്കെങ്കിലും ഞങ്ങൾ ആ കർഷകർക്കൊപ്പമാണ് എന്നാണ് നിങ്ങൾ കരുതുന്നത് എങ്കിൽ എനിക്ക് അവരോടാണ് പറയുവാനുള്ളത്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഭക്ഷണം കഴിച്ചവരാണ്. നിങ്ങൾ ഭക്ഷണം കഴിച്ചവരാണ് എങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഊട്ടുന്നുണ്ട് എങ്കിൽ, നാളെ നിങ്ങൾ ഭക്ഷണം കഴിക്കുമെങ്കിൽ, നാളിതുവരെ നിങ്ങൾ ഭക്ഷണം കഴിച്ചവരാണെങ്കിൽ, ഇനിയും ഭക്ഷണം കഴിക്കാനിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ കർഷകർക്കൊപ്പം ഉണ്ടാകണം. അവരാണ് വിതച്ചവർ, അവരാണ് ഉഴുതുമറിച്ചവർ, അവരാണ് കൊയ്തവർ, അവരാണ് മെതിച്ചവർ, അവരാണ് വെയിലിനോടേറ്റവർ, അവരാണ് മഴയേറ്റവർ, അവരാണ് മഴയത്തും തളരാതെ പേമാരിയോടേറ്റവർ, അവരാണ് മടമുറിയാതെ കാത്തവർ, അവരാണ് വെയിലിനോടേറ്റ് സ്വന്തം ചോരയെ വിയർപ്പുതുള്ളിയാക്കി മാറ്റിയവർ, അവരാണ് നമുക്ക് വേണ്ടി, ഈ നാടിനു വേണ്ടി അന്നമൊരുക്കിയവർ. അവർക്കൊപ്പം നിൽക്കുക എന്നത് എന്റെയും നിങ്ങളുടെയും രാഷ്ട്രീയമുള്ളവന്റെയും ഇല്ലാത്തവന്റെയും എല്ലാവരുടെയും ബാധ്യതയും കടമയുമാണ്. നമ്മൾ അവർക്കൊപ്പം ഉണ്ടാകണം. നമ്മളിൽ ഓരോരുത്തരിലും ആ കർഷകന്റെ ജീവന്റെ വിലയുണ്ട്. ഇപ്പൊ ഞാൻ വർത്തമാനം പറയുമ്പോ ഒരു പക്ഷേ രാജ്യ തലസ്ഥാനത്തെ കർഷക പ്രക്ഷോഭങ്ങളിൽ രക്തസാക്ഷിയായ ആളുകളുടെ എണ്ണം 50 കഴിഞ്ഞിട്ടുണ്ടാകും. രാജ്യ തലസ്ഥാനത്തെ പ്രക്ഷോഭത്തിന്റെ മുഖത്ത് ജീവൻ ഹോമിച്ച, ബലി നൽകിയ, ആത്മാഹൂതി ചെയ്ത 50-ലധികം മനുഷ്യർ ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. നോക്കൂ, ആ പ്രക്ഷോഭത്തിനൊപ്പം നമ്മൾ അണിനിരന്നില്ല എങ്കിൽ പിന്നെ നമ്മളെ എന്തിനു കൊള്ളാം? ഉണ്ടുറങ്ങുന്ന ഉണ്ണാച്ചക്കികളായി മാറുകയാണ് എങ്കിൽ പിന്നെ നിങ്ങളെയെല്ലാം എന്തിനു കൊള്ളാം? എന്നെ എന്തിനു കൊള്ളാം? ഈ നാടിനെ എന്തിനു കൊള്ളാം? നമ്മൾ ആ കർഷകർക്കൊപ്പം ഉണ്ടാകണം. കർഷകർ വെറുതെ കയറി ഈ പ്രക്ഷോഭത്തിലേക്ക് വന്നതല്ല. ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് 3 നിയമങ്ങൾ പാസാക്കപ്പെട്ടു.
ഒന്ന്, 2 നിയമങ്ങൾ കർഷക ബില്ലുമായി ബന്ധപ്പെട്ടായിരുന്നുവെങ്കിൽ ഒരു നിയമം എസൻഷ്യൽസ് കമ്മ്യൂണിറ്റീസ് ആക്ടിന്റെ ഭേദഗതിയായിരുന്നു. അത്തരത്തിൽ ഈ രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് 3 നിയമങ്ങൾ പാസാക്കപ്പെട്ടു. ആ 3 നിയമങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കപ്പെട്ട് അത് അങ്ങേയറ്റം കർഷക വിരുദ്ധവും അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധവും അത് അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധവുമാണ് എന്ന് സദാസമയം ഈ രാജ്യത്തെ കർഷകരും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളും എല്ലാം ഓർമ്മിപ്പിച്ചതാണ്. സംഘപരിവാരത്തിന്റെ ആലയിൽ മൂസയിൽ ഉരുകിത്തെളിയുന്ന ആയുധങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ ജനാധിപത്യ വിരുദ്ധതയുടെയും ഭരണഘടനാ വിരുദ്ധതയുടെയും പിന്നെ ഏറ്റവും മൂർത്തമായ രൂപമായിരിക്കും. നിങ്ങൾ നോക്കൂ, ഈ രാജ്യത്ത് 2ാമത് നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷമാണ് CAA NRC ബില്ലുകൾ ഇന്ത്യൻ പാർലമെന്റിനകത്ത് പാസാക്കപ്പെട്ടത്. CAA NRC ബില്ലുകൾ പാസാക്കപ്പെട്ടുകൊണ്ട് രാജ്യത്തിന്റെ ചരിത്രത്തിൽ നാളിതുവരെ ഒരു മനുഷ്യനും പൗരത്വത്തിന്റെ മാനദണ്ഡമായി മതം കടന്നു വരാത്ത ഇതേ രാജ്യത്തിനകത്ത് പൗരത്വത്തിന്റെ മാനദണ്ഡമായി മതം മാധ്യമായി കടന്നു വന്നു. അവർ പ്രഖ്യാപിക്കുവാൻ ശ്രമിച്ചത്, അവർ നടപ്പിൽ വരുത്തുവാൻ ശ്രമിച്ചത് ഈ രാജ്യത്തെ മുസ്ലിം ജനസാമാന്യത്തെ രാജ്യത്തു നിന്നും മതത്തിന്റെ പേരിൽ ആട്ടിയകറ്റുക എന്നതായിരുന്നു. സംഘപരിവാർ ആട്ടിയകറ്റാൻ ശ്രമിച്ചത് ആരെയാണ്? അത് ഈ നാട്ടിലെ മുസ്ലിങ്ങളെയാണ്. CAA NRC പ്രക്ഷോഭങ്ങൾ കൊടുമ്പിരി കൊണ്ട നാടുകളിൽ ഫേസ്ബുക്കിനകത്ത് സരസനായ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കുറിച്ചിടുകയുണ്ടായി: നിങ്ങൾ ഖബറിലുറങ്ങുന്ന ഞങ്ങളുടെ പൂർവികരുടെ മണ്ണുമാന്തി നോക്കുക. നിങ്ങൾ ഖബറിലുറങ്ങുന്ന ഞങ്ങളുടെ പൂർവികരുടെ മണ്ണുമാന്തി ചെന്നാൽ അവരുടെ നെഞ്ചിൻ കൂടിനകത്ത് ചവിട്ടിപ്പതിപ്പിച്ച ഒരു ബൂട്ട്സിന്റെ പാട് കാണാം. അതൊരു ബ്രിട്ടീഷുകാരന്റെ ബൂട്ട്സ് ആയിരിക്കും. നിങ്ങൾ ഖബറിലുറങ്ങുന്ന ഞങ്ങളുടെ പൂർവികരുടെ ഖബറുമാന്തി ചെന്നാൽ അതിന്റെ നെഞ്ചിൻ കൂടിനകത്ത് ബ്രിട്ടീഷുകാരൻ ചവിട്ടിപ്പതിപ്പിച്ച ബൂട്ട്സിന്റെ പാട് കാണാം. ഒന്നുകൂടി നിങ്ങൾ സൂക്ഷ്മമായി ആ ബൂട്ട്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ കുറെ നാവിന്റെ പാട് കാണാം. RSS നിന്റെ എല്ലാം തന്തമാരുടെ നാവിന്റെ പാടാണ് ബ്രിട്ടീഷുകാരന്റെ ബൂട്ട്സിന്റെ മുകളിൽ പതിഞ്ഞു കിടക്കുന്നത് എന്ന്. ഇതിനേക്കാൾ മാന്യമായി തന്തയ്ക്ക് വിളിക്കാൻ കഴിയില്ല എന്ന് ഈ രാജ്യത്തിന്റെ പ്രതിഷേധമുള്ള ഓരോ മനുഷ്യനും പറഞ്ഞു തന്നു. നിങ്ങൾ നോക്കൂ, CAA NRC നിയമങ്ങൾ. അവർ പറയുന്നു, ഞങ്ങൾ ജനുവരിയോടുകൂടി ഇത് പാസ്സാക്കും, ജനുവരിയോടുകൂടി ഞങ്ങൾ ഇത് നടപ്പിൽ വരുത്തും. ഈ രാജ്യത്തെ മുസ്ലിം ജനസാമാന്യത്തെ നാട്ടിൽ നിന്ന് നാട്ടിപ്പായിക്കുന്നതിനായി, ഹിന്ദുത്വയിലേക്ക് ഈ രാജ്യത്തെ പരിവർത്തനപ്പെടുത്തുന്നതിനായി, യൂണിഫോം സിവിൽ കോഡിലേക്ക് ഈ രാജ്യത്തിനെ അരങ്ങൊരുക്കുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങൾ നോക്കൂ. നമ്മുടെ രാജ്യത്തിനകത്താണ് ജനാധിപത്യ ഇന്ത്യ എന്ന് അവകാശപ്പെടുന്ന രാജ്യത്തിനകത്താണ് മതനിരപേക്ഷത അതിന്റെ ആമുഖത്തിൽ ഭരണഘടനയുടെ ആമുഖത്തിൽ ആലേഖനം ചെയ്ത നാടിനകത്താണ്. We, the people of India, having solemnly resolved to constitute India into a sovereign, social, secular, democratic republic എന്ന് ഉറപ്പിച്ച് നമ്മൾ പറഞ്ഞും പഠിച്ച ഈ നാടിനകത്താണ്. ഇവിടെയാണ് പ്രിയമുള്ളവരെ CAA NRC നടപ്പിൽ വരുത്താൻ പോകുന്നത്. ഇതിനകത്ത് നിന്നും എവിടെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളിൽ ആലേഖനം ചെയ്തപ്പെട്ട ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി ബിഫോർ ലോ? പൗരന്മാർക്കല്ല, ഇന്ത്യയിലുള്ളവരാരെല്ലാം ഉണ്ടോ അവരെല്ലാം അതിന്റെ മുമ്പിൽ തുല്യരാണ് എന്ന് പറഞ്ഞ ഈക്വാലിറ്റി ബിഫോർ ലോ ആർട്ടിക്കിൾ 14. അനുച്ഛേദം 14 അതിന്റെ നഗ്നമായ ലംഘനം. അനുച്ഛേദം 15 വേണമെങ്കിൽ പറയാം അതിന്റെയും ലംഘനം. ഈ രാജ്യത്തിന്റെ ഭരണഘടനയോട് പിറന്നു വീണ നാട് മുതൽക്ക് ഈ കാലഘട്ടം വരെ ഒരു തരിമ്പും കൂറുകാട്ടാത്ത സംഘപരിവാരമുണ്ടല്ലോ. അവരാണ് ഈ ഭരണഘടനാപരമായ ഇത്തരം ബില്ലുകൾ ഇന്ത്യൻ പാർലമെന്റിനകത്ത് നിർബാധം നടപ്പിലാക്കുന്നത്. അവരാണ് ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഭരണഘടനാ വിരുദ്ധമായി കൊണ്ട് ഇപ്പോൾ അഗ്രികൾച്ചർ റിഫോംസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാർഷിക മേഖലയിലെ പരിഷ്കരണങ്ങൾ കൊണ്ടുവരുമ്പോൾ കൃഷി എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ വിഷയത്തിൽ വരുന്നതാണ്, സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. എങ്കിലും കേന്ദ്രം അതിന്റെ നിയമനിർമ്മാണം നടത്തുകയാണ്. അതിന്റെ അർത്ഥം എന്താ? ഇന്ത്യൻ ഭരണഘടനയിലെ സ്റ്റേറ്റ് ലിസ്റ്റോ കൺകറന്റ് ലിസ്റ്റോ അതുപോലെ തന്നെ സെൻട്രൽ ലിസ്റ്റോ യൂണിയൻ ലിസ്റ്റോ ഒന്നും ബാധകമല്ല. ഭരണഘടന തന്നെ ഞങ്ങൾക്ക് ബാധകമല്ല. നിങ്ങൾ നോക്കൂ, ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന ഈ നിയമനിർമ്മാണങ്ങൾ ഇന്ത്യൻ പാർലമെന്റിനകത്ത് നടപ്പിലാക്കപ്പെടും. ഇവിടത്തെ കർഷകരുടെ ഏറ്റവും ഫലഭൂയിഷ്ടമായ ഭൂമിയാണുള്ളത്. ഇന്ത്യക്കകത്ത് ആർക്കും തർക്കമുണ്ടാവില്ല. വടക്കൻ ആഫ്രിക്കയിലേതിനു പോലെ ലാറ്റിൻ അമേരിക്കയിലേതിനു സമാനമായി കൊണ്ട് ഏറ്റവും ഫലഭൂയിഷ്ടമായ മണ്ണാണ് ഈ രാജ്യത്തിന്റെ മണ്ണ്. ഇന്ത്യയുടെ
ഭക്ഷ്യവിപണി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ചായ കുടിക്കുന്നു, ഇവിടെ നിന്നിറങ്ങി അപ്പുറത്ത് പോയി ഒരു കപ്പലണ്ടി കുറിക്കുന്നു, അതുപോലെ തന്നെ ഒരു മസാല ദോശ കഴിക്കുന്നു, ചായക്കടയിൽ പോയി ഭക്ഷണം കഴിക്കുന്നു, വീട്ടിലേക്ക് അരിസാമാനങ്ങൾ വാങ്ങിക്കുന്നു, എല്ലാം ഉൾപ്പെടുന്നു. ഒരു വർഷം ഇന്ത്യയുടെ ഭക്ഷ്യവിപണി എന്ന് പറഞ്ഞാൽ അത് 65 ലക്ഷം കോടിയുടേതാണ്. 65 ലക്ഷം കോടിയുടേത്. നാളിതുവരെയായി ഏറ്റവും ഫലഭൂയിഷ്ഠമായ മണ്ണായ ഇന്ത്യയുടെ കാർഷിക ഭൂമിയിലേക്കോ ഈ ഫലഭൂയിഷ്ഠതയുള്ള മണ്ണിൽ വിളയുന്ന എല്ലാം ഉൾപ്പെടുന്ന ഭക്ഷ്യവിപണിയുടെ 65 ലക്ഷം കോടിയിലേക്കോ ഇന്ത്യൻ കോർപ്പറേറ്റുകൾക്ക് കടന്നു വരാൻ സാധിച്ചിട്ടില്ല. ആ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഇന്ത്യയുടെ ഫലഭൂയിഷ്ഠമായ മണ്ണിനെ തീരെഴുതി കൊടുക്കണം. കേന്ദ്രീകരിക്കപ്പെട്ട ഭൂമിയല്ല ഇന്ത്യയുടെ ഫലഭൂയിഷ്ഠമായ ഭൂമി. 5 ഏക്കറിൽ താഴെയാണ് 86% കർഷകന്റെയും കയ്യിലിരിക്കുന്ന ഭൂമിയുടെ കണക്ക്. 5 ഏക്കറിൽ താഴെയാണ്. ഇങ്ങനെ ശിഥിലമായി കിടക്കുന്ന, ചിന്ന ഭിന്നമായി കിടക്കുന്ന ഈ ഭൂമികളെ കോർപ്പറേറ്റുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ഈ ഭക്ഷ്യവിപണിയിലേക്ക് നേരിട്ട് എൻട്രി നടക്കാൻ കഴിയാത്ത കോർപ്പറേറ്റുകൾക്ക് അവിടെ എൻട്രി സാധ്യമാകണം. അതിനെക്കുറിച്ച് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നിയമനിർമ്മാണം ഇന്ത്യൻ പാർലമെന്റിനകത്ത് നിർവഹിക്കപ്പെടുന്നു. നോക്കൂ, ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഇത്തരത്തിൽ കർഷക വിരുദ്ധവും കർഷക ദ്രോഹവും കർഷകനെ ചൂഷണം ചെയ്യാൻ പോകുന്നതുമായ നിയമനിർമ്മാണം നടക്കുമ്പോൾ ആ നിയമനിർമ്മാണത്തിനെതിരായിക്കൊണ്ട് ഫാസിസത്തിനെതിരായി യുദ്ധം പ്രഖ്യാപിക്കുവാൻ വേണ്ടി, RSSനെതിരായി പോരാട്ടം നടത്തുവാൻ വേണ്ടി ഈ കേരള ജനത 19 ആളുകളെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയച്ചിരുന്നു. ഇവിടെ നിന്നാണെങ്കിൽ ഒരു ശ്രീകണ്ഠൻ, അപ്പുറത്തു പോയാൽ രമ്യ ഹരിദാസ്, എന്റെ നാട്ടിലാണെങ്കിൽ ഒരു ബെന്നി ബെഹന്നാൻ, അതിന്റെ ഇപ്പുറത്താണെങ്കിൽ ഒരു TN പ്രതാപൻ, PK കുഞ്ഞാലിക്കുട്ടി, പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ. എന്തിനേറെ പറയുന്നു, എനിക്ക് പിറക്കാതെ പോയ മകനാണല്ലോ ഉണ്ണീന്ന് എന്ന് പണ്ട് ചന്തു പറഞ്ഞതുപോലെ കേരളത്തിന് പിറക്കാതെ പോയ സ്വന്തമായ ഒരു പ്രധാനമന്ത്രി ഉൾപ്പെടെ 19 മരപ്പാഴുകൾ ഇന്ത്യൻ പാർലമെന്റിൽ നിശബ്ദരായിരുന്നു. 19 പേർ മുണ്ടാതിരുന്നു. പക്ഷേ ഞങ്ങൾ പറയട്ടെ, ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് കേരളത്തിന്റെ പ്രതിനിധിയായി നിവർന്നു നിന്നുകൊണ്ട് നരേന്ദ്രമോദിയുടെ മൂക്കിന് വിരൽ ചൂണ്ടിക്കൊണ്ട് അരുതട എന്ന് പറയുവാൻ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഒറ്റയൊരാളാണ് ഇന്ത്യൻ പാർലമെന്റിൽ എവിടെയാണെങ്കിലും അവശേഷിക്കുന്നതെങ്കിൽ അയാൾ സ്വയം ഒരു പാർട്ടിയാകുമെന്ന് ഞങ്ങൾ മുന്നു പറഞ്ഞതുപോലെ ഇന്ത്യൻ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയാൻ ഒരു ആളുണ്ടായിരുന്നു. പേര് AM ആരിഫ് എന്നായിരുന്നു. ഈ ചെങ്കൊടി പിടിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ പോയ മനുഷ്യൻ. ലോകസഭയുടെ അധോസഭയുടെ പേര് രാജ്യസഭ എന്ന. ആ രാജ്യസഭയ്ക്കകത്ത് 10 MP-മാർക്ക് സസ്പെൻഷൻ ലഭിച്ചു. ആ 10 MP-മാർക്ക് സസ്പെൻഷൻ ലഭിച്ചതിൽ 2-3 പേരുകൾ എടുത്ത് പരിശോധിച്ചാൽ ആ 3 പേരുകാർ ഈ കേരളത്തിൽ നിന്നവരായിരുന്നു. ഒരാളുടെ പേര് എളമരം കരീം, മറ്റൊരാളുടെ പേര് ബിനോയ് വിശ്വം, മറ്റൊരാളുടെ പേര് സഖാവ് KK രാഗേഷ്. 3 പേരും ഈ ചെങ്കൊടി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോയവർ. നിങ്ങൾ ഇപ്പോഴും കരുതുന്നുണ്ടോ കോൺഗ്രസിന്റെ ഭാഗമായി അവിടെ നിന്നൊരു പ്രതികരണം ഉണ്ടാകുമെന്ന്? അല്ലെങ്കിൽ തന്നെ രാജ്യസഭയിൽ എഴുന്നേറ്റുന്ന AK ആന്റണി എന്തെങ്കിലും ഒരു എതിർപ്പ് പറയണമെങ്കിൽ 2.5 ആഴ്ച മൂപ്പരെ പിടിച്ചു നിർത്താൻ വേണ്ടിട്ട് വരും. എഴുന്നേറ്റിക്കണേ. വയലാർ രവി എന്താണ് ഒരവസ്ഥ? കുര്യനെയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. അതാരോട് പിന്നെ അതിനെ കുറിച്ച് ചർച്ച ചെയ്യാനും. ഈ കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനം സംഘപരിവാരത്തിന്റെ മുമ്പിൽ എക്കാലത്തും കവാത്ത് മറക്കുന്നവരാണ്. ഇന്ത്യൻ പാർലമെന്റിനകത്ത് പാസാക്കപ്പെട്ട ആ നിയമത്തിന്റെ ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ കർഷകരുടെ വിളകൾക്ക് ആവശ്യമായ താങ്ങുവിലയില്ല എന്നുള്ളതാണ്. ഈ രാജ്യത്തിനകത്ത് നമ്മുടെ കേരളത്തിന് പുറത്തുപോയ APMC-കളുണ്ട്. APMC-കൾ നിർബാധം ഇല്ലാതാക്കപ്പെടും, തുടച്ചു നീക്കപ്പെടും എന്നുള്ളതാണ്. മണ്ഡി ഹൗസുകൾ ഇല്ലാതാക്കപ്പെടും. അവിടെ തൊഴിലെടുക്കുന്ന ഏജന്റന്മാർ, ലൈസൻസഡായിട്ടുള്ള ഏജന്റന്മാർ ഇല്ലാതാക്കപ്പെടും. നിലവിൽ ഇതെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ടും ഈ കെട്ടകാലത്തിന്റെ ഒരു പ്രത്യേകത, 2 രൂപയ്ക്ക് വാങ്ങുന്ന ചോളം 2 രൂപ കൊണ്ടുപോയി അവർ 140 രൂപയായിട്ടാണ് നമുക്ക് ഇവിടെ ഈ മാളുകളിൽ, സിനിമാ തിയേറ്ററുകളിൽ കൊണ്ടുവരുന്നത്. 4 രൂപയ്ക്ക് വാങ്ങുന്ന തക്കാളി സോസായി നമ്മൾ കരികിലേക്ക് എത്തുമ്പോൾ 120 രൂപയായി. 8 രൂപയ്ക്ക് വാങ്ങുന്ന പൊട്ടറ്റോ, 8 രൂപയ്ക്ക് വാങ്ങുന്ന ഉരുളക്കിഴങ്ങ് കൊണ്ടുപോയി പ്രോസസ് ചെയ്ത് ഈ കവറിനകത്താക്കി അത്യാവശ്യം സേവാഭാരതിയൊക്കെ നിറച്ച് ലെയ്സിന്റെ പാക്കറ്റാക്കി നമ്മളുടെ അരിയിലേക്ക് എത്തുമ്പോൾ ഈ ലെയ്സിന്റെ പാക്കറ്റിൽ വരുന്ന ഉരുളക്കിഴങ്ങിന് വരുന്ന വില ഈ 500 രൂപയാണ്. 8 രൂപയുടെ മുതലാണ്. അത്രമേൽ ചൂഷണഭരിതമായ ഒരു സ്ഥിതിശേഷം. അങ്ങനെ നിലനിൽക്കുന്ന, ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന ആ കർഷകരെയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും സംഘപരിവാരവും വെല്ലുവിളിക്കുന്നത്.
നിലനിൽപ്പിന്റെ മണ്ണിൽ ഈ മണ്ണിനകത്ത് ഇനിയൊരു നിലനിൽപ്പ് വേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ, ജീവിതത്തിന് മറ്റു മാർഗങ്ങൾ അന്വേഷിക്കണമെന്ന് കരുതുമ്പോൾ, ഈ രാജ്യത്തെ കർഷക ജനസാമാന്യം ആ പ്രക്ഷോഭത്തിലേക്ക് പതിയെ 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 നടന്നു കയറിയതാണ്. നരേന്ദ്രമോദി പ്രക്ഷോഭത്തിനെത്തിയ കർഷകരോട് പറയുന്നു, നിങ്ങൾക്ക് ഞങ്ങൾ ചായ നൽകാം, സമരത്തിനിരിക്കുവാൻ സമരപ്പന്തൽ ഒരുക്കി നൽകാം, വടാപ്പാവ് നൽകാം, പിന്നെ റൊട്ടി നൽകാം, ധാല് നൽകാം, എല്ലാം നൽകാം, നിങ്ങൾ ഒരിടത്ത് ഒതുങ്ങിയിരുന്ന് സമരം ചെയ്തു. നരേന്ദ്രമോദിയുടെ ഔദാര്യങ്ങൾ ഇങ്ങനെ ദിനം പ്രതി നരേന്ദ്രമോദി ഔദാര്യങ്ങൾ വെച്ച് നീട്ടുമ്പോൾ, ആ ഔദാര്യങ്ങൾ കണ്ടുകൊണ്ട് ആ ഔദാര്യങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കുകയല്ല അവർ ചെയ്തത്. മിസ്റ്റർ നരേന്ദ്രമോദി, നിങ്ങളുടെ ഔദാര്യങ്ങൾക്ക് വേണ്ടി വന്നവരല്ല ഞങ്ങൾ, ഞങ്ങളുടെ അവകാശങ്ങൾ പിടിച്ചു വാങ്ങാൻ വന്നവരാണെന്ന് ഈ രാജ്യത്തിന്റെ കർഷകർ പ്രഖ്യാപിക്കുന്ന നാളുകൾ. ഞങ്ങളിവിടെ വർത്തമാനം പറയുമ്പോൾ അഭിമാനത്തോടുകൂടി ഈ കർഷകരെ കുറിച്ച് വലിയ വായിൽ സംസാരിക്കുമ്പോൾ അഭിമാനത്തോടുകൂടി നാം ഉൾപ്പെടുന്ന ഈ കേരളത്തിന്റെ മഹത്തായ മണ്ണുണ്ടല്ലോ, അഭിമാനത്തോടുകൂടി ഈ നാടിന് വിളിച്ചു പറയാൻ കഴിയുന്ന ഒറ്റ കാര്യമുണ്ട്. നിങ്ങൾ എത്രയധികം കർഷകരെ തള്ളിപ്പറഞ്ഞാലും ആ കർഷകർക്കൊപ്പം ചേർന്നു നിൽക്കുവാൻ ഇന്ത്യക്കകത്ത് ഒരു മണ്ണുണ്ട്. അത് സഖാവ് പിണറായി വിജയൻ ഭരിക്കുന്ന ഈ കൊച്ചു കേരളമാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം നടത്തുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി കേരളത്തിന്റെ നിയമസഭ പ്രത്യേക സെഷൻ ചേർന്നുകൊണ്ട് ഒരു പ്രമേയം പാസാക്കിയിരിക്കുന്നു. എങ്ങനെ കർഷകർക്കൊപ്പാവുക? നിങ്ങൾ നോക്കൂ, രാജ്യത്തിനകത്ത് കർഷകർക്ക് വേണ്ടി ക്ഷേമ പെൻഷൻ പ്രഖ്യാപിക്കപ്പെട്ട ഒറ്റ നാടേയുള്ളൂ, അത് ഈ കേരളമാണ്. കർഷകർക്ക് റോയൽറ്റി അനുവദിച്ച ഒറ്റ നാടേയുള്ളൂ, അത് ഈ കേരളമാണ്. കർഷകർക്ക് ക്ഷേമ പെൻഷൻ നൽകിയതുപോലെ, കർഷകർക്ക് റോയൽറ്റി അനുവദിച്ചതുപോലെ, കർഷകരുടെ പിന്നെ പച്ചക്കറി ഉൾപ്പെടെയുള്ള വിഭവങ്ങൾക്ക് താങ്ങുവില പ്രഖ്യാപിച്ച നാട് അത് ഈ കേരളമാണ്. ആ കർഷകർക്കൊപ്പമല്ലേ നാം? ഈ കേരളത്തിന്റെ ഭരണാധികാരികൾ അവർക്കൊപ്പമല്ലേ? ഈ നാട് അവർക്കൊപ്പമല്ലേ? ഈ കേരളം അവർക്കൊപ്പമല്ലേ? കേരളം ഏകപക്ഷീയമായി അതിൽ മുസ്ലിം ലീഗ് ചേർന്നിട്ടുണ്ടല്ലോ, അതിൽ കോൺഗ്രസ് ചേർന്നിട്ടുണ്ടല്ലോ. എന്തിനേറെ പറയുന്നു, സൈ കെട്ടുകൊണ്ട് ഓ രാജഗോപാലിന് വരെ ആ പ്രമേയത്തിന്റെ ഒപ്പം നിൽക്കേണ്ടി വന്നില്ലേ? ഓരോ രാജഗോപാലിന് ഒപ്പം. ഈ കേരളം എന്ന് പറയുന്ന നാട് ഓരോന്നായി പരിശോധിച്ചാൽ സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയത്തിനോട് ഓരോ അണുവിലും കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അവന്റെ രാഷ്ട്രീയം വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറന്തള്ളാൻ ശ്രമിക്കുമ്പോൾ അവന്റെ രാഷ്ട്രീയത്തിന് ബദലായിക്കൊണ്ട് കേരളമെന്ന് പറയുന്ന നാട് മാറുകയാണ്. ഈ കേരളമെന്ന നാടിൽ എല്ലാ മനുഷ്യർക്കും ഒന്നിച്ചിരിക്കാനുള്ള ഇടങ്ങളായി കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല മാറുകയല്ല, ഒന്നാമതിടമായി കേരളം മാറുകയല്ല. ഈ ഇന്ത്യക്കകത്തെ 28 സംസ്ഥാനങ്ങളോട് മത്സരിച്ചുകൊണ്ട് കേരളമാണ് വിദ്യാഭ്യാസ മേഖലയിൽ മികവുറ്റ സംസ്ഥാനമെന്ന് ഖ്യാതി നേടുകയല്ല. ഇത് വെറുതെ വരികയല്ല. ഈ കേരളത്തിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമ്മളൊക്കെ വലിയ വിജയം ആഘോഷിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊക്കെ മുന്നോട്ട് പോയ തെരഞ്ഞെടുപ്പാണ്. നമുക്കൊക്കെ ആത്മവിശ്വാസം 10 മടങ്ങായി വർദ്ധിച്ച തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പല്ല, കുറെ കാലങ്ങളായുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഒരു പ്രത്യേക നിയമമുണ്ട്. എന്താണെന്നറിയും? വോട്ട് ചെയ്യാനെത്തുന്ന പോളിംഗ് സ്റ്റേഷനുകൾ, ആ പോളിംഗ് സ്റ്റേഷനുകൾക്ക് 200 മീറ്റർ ദൂരപരിധിയിൽ ഒരു കക്ഷിയുടെയും പ്രചരണ സാമഗ്രികൾ സ്ഥാപിക്കാൻ പാടില്ല. അങ്ങനെ ഒരു നിയമമുണ്ട്. ഞങ്ങൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രചരണ സാമഗ്രികൾ ഏതും സ്ഥാപിച്ചില്ല. പക്ഷേ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തിയവർക്ക് മുകളിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ സാമഗ്രി പോലെ കേരളത്തിന്റെ മണ്ണിൽ ശിരസുയർത്തി നിന്ന 200ഓളം സർക്കാർ സ്കൂളുകളുണ്ട്. അത് വലിയൊരു ഭരണത്തിന്റെ നേട്ടത്തിന്റെ ഭാഗമാണ്. അത് ഈ നാടിനെ അവകാശപ്പെടാൻ കഴിയും. 48,000-ഓളം വരുന്ന ക്ലാസ് മുറികളെ ഹൈടെക് ആക്കി മാറ്റിയ നാടല്ലേ ഈ കേരളം. 5.5 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളെ പുതിയതായി പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടുവന്ന നാടല്ലേ ഈ കേരളം. വെറുതെ വന്നതാണോ? UDF മാറി LDF ആയി. അപ്പൊ LDFന്റെ ആളുകളൊക്കെ കൂടി മക്കളെ കൊണ്ട് സ്കൂളിൽ ചേർത്തിട്ട അങ്ങനെയാണ്. 2016 LDF അധികാരത്തിൽ വന്ന് ആ അധികാരത്തിലെത്തിയ സർക്കാർ അതിന്റെ രാഷ്ട്രീയ നയ രൂപീകരണത്തിന്റെ ഭാഗമായിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പ്രഖ്യാപിച്ചു. ആ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒളിമങ്ങാതെ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ പേരുണ്ട്, മഹാത്മാ അയ്യങ്കാളി.
5 വയസ്സുകാരിയായ പഞ്ചമി എന്ന പെൺകുട്ടിയുടെ കയ്യും പിടിച്ചുകൊണ്ട് ഊരുട്ടമ്പലത്തിന്റെ സ്കൂളിനകത്തേക്ക് കയറി ചെല്ലുന്ന മഹാത്മാ അയ്യങ്കാളി. ആ മനുഷ്യൻ ഊരുട്ടമ്പലത്തിന്റെ സ്കൂളിനകത്തേക്ക് കയറി ചെന്നുകൊണ്ട് പഞ്ചമിയെ ഇവിടെ പഠിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ക്ലാസ് മുറികൾക്ക് തീയിട്ട് കളയുന്നുണ്ട് ഈ നാടിന്റെ ജാതി ബ്രാഹ്മണ്യം. ആ ക്ലാസ് മുറികൾ തീയിട്ട് കുട്ടിയെ പഠിപ്പിക്കാൻ കഴിയില്ലെന്നറിയുമ്പോൾ മഹാത്മാ അയ്യങ്കാളി പെൺകുട്ടിയുടെ കയ്യും പിടിച്ചുകൊണ്ട് സ്കൂളിന് പുറത്തേക്ക് ഇറങ്ങി വന്ന് സ്കൂളിന് പുറത്തു തിരിഞ്ഞു നിന്നുകൊണ്ട് അവരോട് പറയുന്നു, ഞങ്ങളുടെ കുട്ടികളെ നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കില്ല എങ്കിൽ നിന്റെയെല്ലാം പാടത്തു ഞങ്ങൾ മുട്ടിപ്പുല്ല് മുളപ്പിക്കുമെന്ന ഐതിഹാസികമായ സമരപ്രഖ്യാപനം. 1 വർഷക്കാലം കേരളമെന്ന് പറയുന്ന നാട് തരിശുട്ടു. വിതയില്ലാതെ, കൊയ്ത്തില്ലാതെ, മെതിയില്ലാതെ കർഷക തൊഴിലാളികൾ കേരളത്തിനകത്ത് ആദ്യമായി സംഘടിച്ച് ശക്തരായി സമരം ചെയ്തു. ആദ്യത്തെ കർഷക തൊഴിലാളി സമരം കൂലിക്കൂടുതലിന് വേണ്ടിയോ ചൂഷണരഹിതമായ ഒരു വ്യവസ്ഥിതിക്ക് വേണ്ടിയോ അവരുടെ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയോ ആയിരുന്നില്ല. ഞങ്ങളുടെ പിന്മുറക്കാരായ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു. ആ സമരം വിജയകരമായിരുന്നുവോ അല്ലയോ എന്ന ഇഴകീറിയുള്ള പരിശോധനകൾ ഈ കേരളത്തിൽ നടക്കുമ്പോൾ ഈ കേരളത്തിന് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും, മഹാത്മാ അയ്യങ്കാളി എന്ന മനുഷ്യന് ശേഷമാണ് ഈ കേരളത്തിനകത്ത് ആദ്യമായി ഒരു ദാക്ഷായണി വേലായുധൻ സംഭവിച്ചത്. ഇതേ കേരളത്തിനകത്തു നിന്നും ഇന്ത്യയുടെ രാജ്യ തലസ്ഥാനത്തിനകത്ത് റൈസിനാക്കുന്നിലിരിക്കുന്ന പ്രസിഡൻഷ്യൽ ഭവനത്തിനകത്തേക്ക് ഒരു KR നാരായണന് നടന്നു കയറാൻ കഴിഞ്ഞതും അതിനുശേഷമാണ്. ഒരു KG ബാലകൃഷ്ണൻ എന്ന മനുഷ്യനെ ജസ്റ്റിസ് KG ബാലകൃഷ്ണനായി മാറിക്കൊണ്ട് ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ പീഠം അതിന്റെ ചീഫ് ജസ്റ്റിസ് പദവി അലങ്കരിക്കാൻ കഴിഞ്ഞതും ഇതേ മഹാത്മാ അയ്യങ്കാളിക്ക് ശേഷമാണ്. ഞാൻ അയ്യങ്കാളിയുടെ ചരിത്രം ഓർമ്മിപ്പിക്കുവാൻ ഒരു കാരണമുണ്ട്. അയ്യങ്കാളി ഊരുട്ടമ്പലത്തിന്റെ സ്കൂളിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ സ്കൂളിനകത്ത് ബെഞ്ചുകളും ഡെസ്കുകളും കത്തിക്കുകയും ആ പാതിയിൽ കത്തിയമർന്ന ബെഞ്ചുകളും ഡെസ്കുകളും ഇപ്പോഴും ഊരുട്ടമ്പലത്തിന്റെ സ്കൂളിനകത്ത് അവശേഷിക്കുന്നുണ്ട്. ചരിത്രത്തിന്റെ ഓർമ്മപ്പിശകുകൾ പോലെ ആ സ്കൂളിനകത്ത് അവശേഷിക്കുന്നു. പ്രിയമുള്ളവരെ, സഹചരെ, സഖാക്കളെ, 2016 ഈ കേരളത്തിന്റെ മണ്ണിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിക്കൊണ്ട് അയ്യങ്കാളി ഏത് സ്കൂളിനകത്തേക്കാണോ പഞ്ചമി എന്ന 5 വയസ്സുകാരിയുടെ കയ്യും പിടിച്ചുകൊണ്ട് കടന്നു ചെന്നത്, അതേ പെൺകുട്ടിയുണ്ടല്ലോ പഞ്ചമിയുടെ മകളുടെ മകൾ ദീപ്തിയുടെ മകൾ ആതിരയുടെ കയ്യും പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ 2ാം നവോത്ഥാന നെടുനായകത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന സഖാവ് പിണറായി വിജയൻ നടന്നു കയറി ചെന്നു. അങ്ങനെ പ്രഖ്യാപിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമുണ്ടല്ലോ, അതാണ് ഈ കേരളത്തിനകത്ത് 5.5 ലക്ഷം വിദ്യാർത്ഥികളെ പുതിയതായി പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടുവന്നത്. ഇത് മാൻഡ്രേക്കിന്റെ മാന്ത്രിക വടിയല്ല, ഇത് രാഷ്ട്രീയമായ നിശ്ചയദാർഢ്യമാണ്. ചില ആളുകൾ വിചാരിച്ചൂടെ 2ാം നവോത്ഥാനത്തിന് നേതൃത്വം നൽകുന്നു, ഒരു അതിശയോക്തിയല്ലേ? തെരുവ് പ്രസംഗത്തിന്റെ പഞ്ചിനു വേണ്ടി പ്രയോഗിക്കുകയാണോ? അല്ല. ഈ കേരളത്തിന്റെ മണ്ണിൽ നമുക്കറിയാം കേരളത്തിന്റെ നവോത്ഥാനപൂർവ്വ ചരിത്രം. അമ്പലത്തിൽ കയറാൻ കഴിയാതിരുന്ന മനുഷ്യന്റെ ചരിത്രം. ഈഴവാദി പട്ടികജാതി പിന്നോക്ക വിഭാഗക്കാർക്ക് അമ്പലം നിഷിദ്ധമായിരുന്ന കാലം. അതിനുവേണ്ടിയല്ലേ ഈ ഗുരുവായൂരിനകത്ത് സത്യാഗ്രഹം നടന്നത്? അതിനുവേണ്ടിയല്ലേ കൃഷ്ണപിള്ള അടിയേറ്റ് വാങ്ങിയത്? അതിനുവേണ്ടിയല്ലേ പയ്യന്നൂരിൽ നിന്ന് സഖാവ് AK ഗോപാലൻ പ്രകടനം നയിച്ചത്? 2ഇടത്ത് ആ പ്രകടനത്തെ കടന്നാക്രമിച്ചത്. ആ കടന്നാക്രമിച്ച പ്രകടനത്തിൽ നിന്ന് ആളുകളെ വീണ്ടും വിളിച്ചു ചേർത്തല്ലേ സഖാവ് AKG ഈ ഗുരുവായൂരിലേക്ക് എത്തിയത്? അവിടെയല്ലേ പ്രക്ഷോഭം നടന്നത്? ഈ വൈക്കത്ത് സത്യാഗ്രഹം നടന്നത് അതിനല്ലേ? പാരിയത്ത് സത്യാഗ്രഹം നടന്നത് അതിനല്ലേ? വൈക്കം ക്ഷേത്രത്തിനടുത്തുള്ള ഈഴവ പ്രമാണിയായ ഒരു മനുഷ്യൻ ഈ കേരളത്തിന്റെ മണ്ണിൽ ആദ്യമായി കാറ് വാങ്ങിയ ഈഴവ പ്രമാണിക്ക് വൈക്കം ക്ഷേത്രത്തിനരികിലൂടെ കാർ ഓടിച്ചു പോകാൻ കഴിയില്ല. പിന്നെ വൈക്കം ക്ഷേത്രത്തിനകത്ത് അടുത്തെത്തുമ്പോൾ കാറിൽ നിന്ന് ഈഴവ പ്രമാണി ഇറങ്ങും. തീണ്ടൽ പലക എന്നൊരു പലക അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈഴവരാതി ചത്തിങ്ങെ തീണ്ടിക്കൂട്ടരുതു എന്ന് എഴുതി വെച്ചിരിക്കുന്ന ആ തിണ്ടൽ പലകയ്ക്കരികിൽ നിന്ന് ഇറങ്ങി 2 or 3 പറമ്പുകൾ വട്ടം ചാടി ഓടി വേണം ഈഴവ പ്രമാണിയായ മനുഷ്യനെ ആ സ്വന്തം കാറിനകത്ത് കയറാൻ. നായരായ ഡ്രൈവർ വണ്ടി ഓടിച്ച് എന്റെ വസം കേൾക്കുമ്പോ ഇങ്ങനെ ജാതി പറയുന്നത് കേട്ടിട്ട് ഞാൻ ജയശങ്കറാണെന്ന് ആരും തെറ്റിദ്ധരിച്ചേക്കല്ലോ. മൂപ്പര് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ജാതിയെ പറയും. അതുകൊണ്ട് മൂപ്പരം പോലല്ല, ഇതൊരു ചരിത്രത്തിന്റെ ഭാഗമായോണ്ട് പറയുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കറില്ല എന്റെ. അപ്പൊ മൂപ്പര് ഈ നായരായ ഡ്രൈവർ കാർ ഓടിച്ച് വൈക്കം ക്ഷേത്രത്തിന് അരികിലൂടെ പോകും. അപ്പൊ 2-3 പറമ്പ് ചാടിയിട്ട് വേണം മൂപ്പർ കയ്യിലുള്ളിൽ കയറാൻ. ആർക്ക്? ഈ കാറിന്റെ ഉടമസ്ഥന്. ഇതായിരുന്നു കേരളത്തിന്റെ അവസ്ഥ.
ഈ കേരളത്തിന്റെ മണ്ണിലാണ് ഈ ചെറായി കടപ്പുറത്ത് ഒരു ഈഴവ പ്രമാണിയുടെ ക്ഷേത്രം. അതിനകത്തേക്ക് തേവൻ എന്ന പുലയുവാവ് കുളിച്ചീറനായി കയറുന്നു. ഈഴവ പ്രമാണിമാരോട് ശ്രീനാരായണ ഗുരു നേരത്തെ അനുമതി വാങ്ങിയാണ് തേവൻ എന്ന പുലയുവാവിനെ ക്ഷേത്രത്തിനകത്ത് കയറുന്നത്. ക്ഷേത്രത്തിനകത്ത് ഈഴവ പ്രമാണിമാരുടെ അനുമതിയോടുകൂടി തേവൻ എന്ന പുലയുവാവ് കയറുമ്പോൾ പുറത്ത് കണ്ണുനീരണിഞ്ഞുകൊണ്ട് ശ്രീനാരായണ ഗുരു നിൽക്കുന്നു. ആ ശ്രീനാരായണ ഗുരു പുറത്ത് കണ്ണുനീരണിഞ്ഞുകൊണ്ട് നിന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്: ദേവൻ ഇക്കാലം അത്രയും പുറത്തായിരുന്നുവല്ലോ. അമ്പലത്തിനകത്തായിരുന്നില്ല ദേവൻ, ഇക്കാലം അത്രയും ദേവൻ പുറത്തായിരുന്നുവല്ലോ. ദേവൻ എന്ന പദം ലോപിച്ചാണ് തേവൻ എന്ന പദമാകുന്നത്. ദേവൻ ഇക്കാലം അത്രയും പുറത്തായിരുന്നുവല്ലോ. പുലയൻ ബ്രാഹ്മണനാകേണ്ട, പുലയൻ രാജാവാകേണ്ട, പുലയൻ ദേവനാണ്. അവൻ അമ്പലത്തിൽ കയറാം. ഈ നാടിന്റെ സർവസ്വവും സൃഷ്ടിച്ചവനാണ് പുലയൻ. അവൻ അമ്പലത്തിൽ കയറാം. ഈ കേരളത്തിനോട് ശ്രീനാരായണ ഗുരു വിളിച്ചു പറഞ്ഞ കാര്യമായിരുന്നു. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ഈഴവാദി പട്ടികജാതി പിന്നോക്ക വിഭാഗത്തിലെ എല്ലാ മനുഷ്യരെയും അഭിസംബോധന ചെയ്യുന്ന ഈ നാടുണ്ടല്ലോ, അവർക്ക് അമ്പലത്തിനകത്ത് കയറാൻ കഴിഞ്ഞു, പൂജിക്കുവാൻ കഴിഞ്ഞു, അവർക്ക് പിന്നെ പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞു. പക്ഷെ അപ്പോഴും അവർക്ക് പൂജിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ഈ കേരളത്തിന്റെ അധികാരത്തിലെത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തി ഒരു തീരുമാനമെടുത്ത് അതിന്റെ ഭാഗമായിക്കൊണ്ട് കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വത്തിനകത്തേക്ക് ആദ്യമായി പട്ടികജാതി വിഭാഗത്തിലുള്ള യദു എന്ന ചെറുപ്പക്കാരൻ പൂജാരിയായി മാറിക്കൊണ്ട് അമ്പലത്തിനകത്തേക്ക് കയറി ചെന്ന് ഇടതുഭാഗത്തുള്ള മണിയിലൊന്ന് അഞ്ഞു തട്ടി ശ്രീകോവിലുകൾ വളർക്കെ തുറന്ന് നിലവിളക്കിൽ എണ്ണ പകർന്ന് തിരിയൊന്ന് നീട്ടിയിട്ട്